ഹേയ് ഹലോ അസ്സലാമു അലൈക്കും എവ്രി വൺ. അപ്പോൾ ഇന്ന് ഉംറ വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ മക്കയിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ മീക്കാത്ത് പള്ളിയിൽ പോയി ഇഹ്റാം കെട്ടി മക്കയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങൾ മക്കയുടെ അടുത്തൊരു റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റൂമിലേക്കാണ് ആദ്യം പോണത്. അവിടെ പോയി ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഉംറ ചെയ്യാനായിട്ട് മക്കയിലേക്ക് പോകും. അപ്പം ഞങ്ങൾ അവിടെ എത്തി ഉംറ ചെയ്യാനായിട്ട് മക്കയിലേക്ക് പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ചു. ളുഹർ നമസ്കാരത്തിന് ശേഷമാണ് ഉംറ ചെയ്യാനായിട്ട് നമ്മൾ അകത്തേക്ക് കയറുന്നത്. ഈ ക്ലോക്ക് നമ്മളങ്ങ് ദൂരേന്ന് മുതൽ കാണും കേട്ടോ. അപ്പോഴുള്ള നമ്മുടെ ഫീൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. പിന്നെ നമ്മൾ പോകുന്നത് ത്വാഫ് ചെയ്യാനായിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് കഅബയാണ്. അത് നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ എല്ലാം മറന്നു പോകും. നമ്മൾ പറയാൻ വന്നതും ഓർത്തിരുന്നതും ഒക്കെ നമ്മൾ മറന്നു പോകും. അതുപോലെ തന്നെ നമ്മൾ കരഞ്ഞു പോകും കേട്ടോ കഅബ കാണുമ്പോൾ തന്നെ. ഇത് ത്വാഫ് കഴിഞ്ഞ് 2 നമ്മൾ നമസ്കരിക്കും. അതിനുശേഷം എടുത്ത ചെറിയൊരു വീഡിയോ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ സംസം കുടിക്കും, സഴി ചെയ്യും. അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് ഞങ്ങളതെല്ലാം ഞങ്ങളുടെ ഉംറ ഏകദേശം കഴിഞ്ഞു. ഇനി വിട പറയൽ തവാഫ് നമ്മൾ നാളെ രാവിലെ വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം മാരിബൊക്കെ കഴിഞ്ഞു. അന്നേരം ഞങ്ങൾ റൂമിലേക്ക് പോകാൻ നേരത്തെ എടുത്ത ചെറിയ കുറച്ച് വീഡിയോസാണ് ഇതൊക്കെ. അപ്പോൾ ബാക്കി വിട പറയൽ തവാഫും കൂടെ കഴിഞ്ഞാലാണ് ഫുൾ ഉംറ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അതുവരെയുള്ള വീഡിയോസാണിത്. പിന്നെ ഉംറ ചെയ്യാൻ നേരത്ത് നല്ല ക്രൗഡായിരുന്നു കേട്ടോ. നല്ല ക്രൗഡ് എന്ന് പറഞ്ഞാൽ നല്ല ക്രൗഡായിരുന്നു. ഒന്നാമത് നാഷണൽ ഡേയുടെ അവധികൾ, പിന്നെ വ്യാഴം വെള്ളി ദിവസം, അങ്ങനെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വിട പറയൽ ത്വാഫിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ സുബഹി നമസ്കരിച്ചതിന് ശേഷമാണ് നമ്മൾ വിട പറയൽ ത്വാഫ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് രാവിലെ പോകുമ്പോൾ കുറച്ച് തിരക്കൊക്കെ കുറവുണ്ടാവുമെന്നാണ്. പക്ഷെ നല്ല തിരക്കായിരുന്നു. തലേ ദിവസത്തേനേലും നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിടപറയൽ ത്വാഫ് നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ പറ്റി. അതിൻ്റെ ഇടയിൽ എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് മക്കാമു ഇബ്രാഹിം തൊട്ടുമുത്താനുള്ള ഭാഗ്യം ഉണ്ടായിട്ടോ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും കഅബ പുനർനിർമ്മിക്കുന്ന സമയത്ത് കഅബയുടെ ചുവരിന് പൊക്കം കൂടി വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കയറി നിൽക്കാൻ ഉപയോഗിച്ച കല്ലെന്നാണ് കേട്ടോ ഇത് പറയപ്പെടുന്നത്. ഈ കല്ലിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാൽപാദം പതിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹജറുൽ അസ്വദ് പോലെ തന്നെ ഈ കല്ലും സ്വർഗത്തിലെ കല്ലായിട്ടാണ് കേട്ടോ കാണപ്പെടുന്നത്. ഹജറുൽ അസ്വദിൻ്റെയും കഅബയുടെയൊക്കെ അടുത്തിട്ട് പോകാൻ പോലും പറ്റാത്ത അത്രയും തിരക്കായിരുന്നു. നമ്മളെ ശ്വാസം മുട്ടിക്കുന്ന വിധത്തിലുള്ള തിരക്കായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ ഉംറ ഫുൾ കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാനെടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഉംറ ഫുൾ കംപ്ലീറ്റ് ആയതിനു ശേഷം ഞങ്ങൾ തിരിച്ച് പുറത്തേക്ക് പോകാൻ നേരത്ത് എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇത്. നമ്മൾ സഫാ മർവയുടെ ഇടയിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് പോയത്. ആ ഒരു എക്സിറ്റ് വഴിയാണ് ഞങ്ങൾ പുറത്തേക്ക് പോയത്. അന്നേരം ഞാനെടുത്ത കുറച്ച് വീഡിയോസാണിത്. അപ്പോൾ മറ്റാളുകൾ സഴി ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. അന്നേരം നല്ല തിരക്കാണ്, കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഗ്രീൻ ലൈറ്റ് എത്തുമ്പോൾ ആണുങ്ങൾ പതിയെ കുലുങ്ങി നടക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം നടന്ന് നല്ല ടയേർഡായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരിക്കുവാണ്. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ഇവക്കുട്ടി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് പ്രാവുകളുണ്ട് ഇവിടെ. അപ്പോൾ അത് കണ്ടപ്പോൾ യുവക്കുട്ടീനെ ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിക്കാരി തിരിച്ച് കയറണില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി പിടിച്ച് കയറ്റിട്ടോ. അതിനുശേഷം ഞങ്ങൾ ഇവക്കുട്ടിനെ കൊണ്ട് ആളുകൾക്ക് ഈന്തപ്പഴം കൊടുത്തു കേട്ടോ.
അങ്ങനെ ഞങ്ങളുടെ ഉംറ ഫുൾ കംപ്ലീറ്റ് ആയി ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും ഇവിടെ വിട്ട് പോകാനായിട്ട്. നമുക്ക് ഇനിയും തിരിച്ചു വരണം എന്നുള്ള ഒരു മൈൻഡും ഫീലിങ്സൊക്കെ ആയിരിക്കും നമുക്ക്. അപ്പോൾ ഞങ്ങളതെല്ലാം കഴിഞ്ഞതാ ഞങ്ങളിനി ബസ്സിൽ തിരിച്ച് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അന്നേരം ഉസ്താദ് പറഞ്ഞു നമ്മുടെ ഇതുവരെയുള്ള ഉംറ യാത്രയെക്കുറിച്ചൊരു ചെറുതായിട്ട് സംസാരിക്കാൻ. അപ്പോൾ അങ്ങനെ അത്തച്ച് സംസാരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്കും ഇനി വരാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്നവർക്കും ഒക്കെ കഅബ സന്ദർശിക്കാൻ പറ്റട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഉംറ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.